പുതിയ വീട്ടിലെ ആദ്യത്തെ ദിവസമാണെന്ന്. വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥനയോടെ ഐശ്വര്യമായിട്ട് തന്നെ ഞങ്ങൾ തുടങ്ങി. രാവിലെ തന്നെ അബിക്കയും ഷെറിൻ ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലെ അതിഥികളും പാലുകാച്ചലിന്റെ കാരണവന്മാരും ഒക്കെ അവര് തന്നെയാണ് കേട്ടോ. കുട്ടികളെയും സ്കൂളിലാക്കിയിട്ട് വന്നതാണ് രണ്ടുപേരും. കുറച്ചു നേരം കുശലാന്വേഷണങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെയായിരുന്നു. പാലുകാച്ചൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് രണ്ടുപേരും മടങ്ങിയത്. അവരെ യാത്രയാക്കിയിട്ട് ഞങ്ങളും വന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇവിടുത്തെ കുറച്ച് ജോലികൾ ഇനിയും പെൻഡിങ് ആണ് കേട്ടോ. ബാക്കി വെച്ചിരുന്ന ഡെക്കറേഷൻ പണികളൊക്കെ ഒന്ന് തീർത്തു വെച്ചു. ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി എടുക്കും ഞങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത കുറച്ച് സാധനങ്ങൾ ഞങ്ങളുടെ കയ്യിലെത്താൻ. അതിനുശേഷം വേണം പറയാൻ എല്ലാ പണികളും തീർന്നു എന്ന്. ഇനി ഇപ്പോൾ ഒരു മെയിൻ ജോലി എന്ന് പറയുന്നത് ഞങ്ങൾ ഈ പുതിയ വീടിൻ്റെ വീഡിയോ ഒന്ന് എടുക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ റോഡ് മുതൽ തന്നെ ഞങ്ങൾ തുടങ്ങുകയാണ്. ഓരോ മുക്കും മൂലയും വീഡിയോ ആക്കി കുറച്ചു നേരം അതൊക്കെ ഇരുന്നൊന്ന് എഡിറ്റ് ചെയ്തിട്ട് ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഇട്ടു. വീഡിയോ ഒക്കെ കണ്ടിട്ട് അവരെല്ലാവരും വളരെ ഹാപ്പിയാണ്. അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങളും ഹാപ്പിയായി കേട്ടോ. പുതിയൊരു ദിവസം, പുതിയൊരു വീട്, ലൈഫിലെ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങുന്ന പോലെ ഒരു ഫീലാണ് ഞങ്ങൾക്ക്. ലൈഫിലെ ഓരോ അപ്ഗ്രഡേഷനും ഓരോ അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നാറുള്ളത്. ഒരുമിച്ചെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ശരിയായ വഴിയിലൂടെ ലൈഫിനെ ഗൈഡ് ചെയ്യുന്നതിലുള്ള ഒരു സന്തോഷമുണ്ട് ഉള്ളിൽ. ഈ വരുന്ന ഫ്രൈഡേ പൊന്നുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. സോ ഒരു ചെറിയ ഗെറ്റ് ടുഗദറൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെയൊക്കെ, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ആയിട്ട് ഒഫീഷ്യലി ഇങ്ങനെ ഗസ്റ്റിനെയൊക്കെ വിളിച്ചിട്ട് ഒന്ന് ഹോസ്റ്റ് ചെയ്യുന്നത്. പഴയ വീടിനേക്കാളും ഇവിടെ കുറച്ചുകൂടി സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതാണൊരു റീസൺ. അപ്പോൾ ബർത്ത്ഡേയും ഗെറ്റ് ടുഗദറൊക്കെ ആയിട്ട് അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഒരുപാട് ഇഷ്ടത്തോടെ.